താങ്കൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ തോമസ് ഐസക് ആത്മവിശ്വാസം BJPയുടെ ആത്മവിശ്വാസത്തിൻ്റെ പ്രകടനമാണ്, ലക്ഷണമാണ് അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിലാകെ ഉള്ളത്. അതിൽ തെറ്റില്ല. ഒന്ന്, സ്വാഭാവികമായും രാജ്യത്തൊരു എതിരാളി പോലും ഇല്ലാത്ത വിധത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് രാഷ്ട്രീയമായി എന്ന വിധത്തിലാണ് അവരുടെ ഒരു പൊതുചിന്ത, അതിൻ്റെ പ്രകടനം ഇതിലുണ്ട്. പക്ഷേ അദ്ദേഹം അവസാനം പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഇക്കാര്യങ്ങളിലുള്ള വിലയിരുത്തൽ ഇന്ത്യൻ സാഹചര്യത്തിൽ ഒട്ടും ചേരില്ല. ഇന്ത്യൻ സാഹചര്യത്തെ മനസ്സിലാക്കാത്തൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വിലയിരുത്തൽ മാത്രമായിട്ടാണ് തോമസ് ഐസക്കിൻ്റെ ഈ സാമ്പത്തിക ദർശനങ്ങളെയോ വിലയിരുത്തലിനെ അദ്ദേഹം കാണുന്നത്, പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യയിൽ എന്ന് വേണമെങ്കിൽ ഒരു തിരുത്തും കൂടിയാകാം. അപ്പോൾ അവിടെ ഒട്ടും ഫിറ്റാവുന്നില്ല എന്നാണ് പറയുന്നത്, താങ്കളൊക്കെ പറയുന്നത്. ജയസൂര്യക്ക് നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ അവകാശമോ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനോ നിലപാടെടുക്കാനോ അതൊന്നും ഞാൻ തർക്കിക്കാനില്ല. അങ്ങനെ ഇരുന്നോട്ടെ, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. പക്ഷേ ഇത് കമ്മ്യൂണിസ്റ്റ് ആയാലും വേറെ ആളാരായാലും നമുക്ക് ലളിതമായിട്ടുള്ള സാമ്പത്തിക യുക്തികളുണ്ട്. ഇന്നത്തെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രശ്നം എന്താണ്? സാമ്പത്തിക പ്രശ്നം കൃഷി 1.8% ഈ വർഷം വളർന്നിട്ടുള്ളൂ. വ്യവസായം അത് മാന്ദ്യത്തിലാണ്. യഥാർത്ഥത്തിൽ 7.4% വളർച്ചയെന്ന് അവകാശപ്പെടുന്നത് സേവന മേഖലയിലെ വർധനവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ രണ്ട് മേഖല ഇങ്ങനെ മുരടിച്ചതിൻ്റെ ഫലമായിട്ട് വളരെ അപൂർവമായി സംഭവിക്കുന്നൊരു കാര്യം ഈ വർഷമുണ്ട്. അതൊക്കെ ഇന്ത്യ സർക്കാരിൻ്റെ കണക്കാൻ ഞാൻ പറയുന്നത്. രാജ്യത്തെ GDPയിൽ പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ അത് കുറഞ്ഞു, അതിൻ്റെ വിഹിതം. അപ്പോൾ ഡിമാൻഡില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ വ്യവസായികൾ രാജ്യത്തെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി മുതൽ മുടക്കുന്നില്ല. ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ച നിർമ്മലാ സീതാരാമൻ തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വ്യവസായികളുടെ യോഗത്തിൽ പോയിട്ട് ഫ്രസ്ട്രേറ്റഡായിട്ട് ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്നാ ചെയ്യേണ്ടത്, നിങ്ങൾ എന്തുകൊണ്ട് വ്യവസായത്തിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നില്ല എന്ന് ചോദിക്കേണ്ടി വന്നു. അപ്പോൾ ഇന്നത്തെ കീ ലിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കണം, അതിന് ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ പണം എത്തിക്കാൻ നമ്മൾ പരിശ്രമം നടത്തണം. പക്ഷേ നോക്കൂ, ഈ ബഡ്ജറ്റ് ഇങ്ങനൊരു ആവശ്യമുള്ളപ്പോൾ കഴിഞ്ഞ വർഷം മൊത്തം ദേശീയ വരുമാനത്തിൻ്റെ 15.1% വരുമായിരുന്നു നമ്മുടെ സർക്കാരിൻ്റെ മൊത്തം ചെലവ്. ഈ വർഷം 14.6% വരൂ. 6% വർധനമുണ്ട് കേട്ടോ, സമ്മതിച്ചു, മുൻ വർഷത്തെ അപേക്ഷിച്ച്. പക്ഷെ വിലക്കയറ്റം കണക്കിലെടുക്കണം, അതോടൊപ്പം സമ്പദ്ഘടനയിൽ വരുന്ന വളർച്ചയും കണക്കിലെടുക്കണം. ആ രണ്ടും കണക്കിലെടുത്ത് കഴിയുമ്പോൾ 14.6% വരും. ഒരു എക്സ്പാൻഷണറി ബഡ്ജറ്റ് വേണ്ട സമയത്ത് ചെയ്യുന്നതോ ചെലവ് ചുരുക്കി കോൺട്രാക്ഷണറിയാണ്. ഇത് ഇന്നല്ല കേട്ടോ. മോഡി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 14% കേന്ദ്ര സർക്കാരിൻ്റെ ബഡ്ജറ്റ് ദേശീയ വരുമാനത്തിൻ്റെ. ഇങ്ങോട്ടിനോരം വന്ന് ഇതൊക്കെ തകർന്നു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തതെന്നറിയോ? 12% ചുരുക്കി. ഞാൻ പലിശയുടെ കാര്യം പറയുന്നില്ല, ഇത് ടോട്ടലി അബ്സേർഡ്. ഇത് ഞാൻ പറയുന്നതല്ല. പുലാപ്രേ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ CDSൻ്റെ ഡയറക്ടർ, മാർക്സിസ്റ്റൊന്നുമല്ല കേട്ടോ, ഇത് നമ്മുടെ നാടിന് പറ്റാത്ത ചിന്താഗതി കിടക്കുന്ന കക്ഷിയേ അല്ല. അദ്ദേഹത്തിന് മാർക്സിസമൊന്നും ആരും ബന്ധമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട വാദം ഇതാണ്: കോൺട്രാക്ഷണറി മാക്രോ എക്കണോമിക് പോളിസി. ഇത് തന്നെയാണ് കോവിഡ് കാലത്ത് ഇന്ത്യയാണ് ഏറ്റവും സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. പക്ഷേ ഏറ്റവും ചുരുങ്ങിയ ഉത്തേജന പാക്കേജ് ഇന്ത്യയുടേതാണ്. അതിൻ്റെ ഫലം എന്താ? ഇന്ത്യയെ തീർന്നു -7%. ലോകത്തൊരു രാജ്യം ആ നിലയിലേക്ക് ഉൽപ്പാദനം ഇടിഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോൾ ഏത് വിദ്വാനാണ്, ഞാനിപ്പോൾ മാർക്സിസ്റ്റ് സിദ്ധാന്തമൊന്നും അല്ല കേട്ടോ, ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു കെയ്ൻസിൻ്റെ സിദ്ധാന്തം എന്ന് പറയാം, ഡിമാൻഡ് കുറയുമ്പോൾ കൂടുതൽ ചിലവാക്കണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്യുന്നില്ല. ഇതെന്ത് യുക്തിയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് എനിക്കറിയാം. ആ യുക്തി ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ന്യായം വേണമല്ലോ ചെയ്യുന്നതിന്. ആ ന്യായം ഞാൻ കണ്ടെത്തുന്നത് ഡെഫിസിറ്റ് കുറയ്ക്കാൻ വളരെ സമ്മർദ്ദത്തിലാണ് എന്ത് ചെയ്താലും. അതുകൊണ്ട് ഇങ്ങനെ കുറക്കണം. അത് കുറച്ചില്ലെങ്കിൽ വേറെ അപകടമുണ്ട്. ഈ പറയുന്ന ഇന്നത്തെ വലിയ ഭീമാകാരമായിട്ടുള്ള വിനിമയ ശേഖരം പോയേക്കാം. ഐ ആം ട്രൈങ് ടു ബി ജനറസ് വിത്ത് യു.
നിങ്ങൾക്ക് ചെയ്യുന്നതിന് യുക്തിരഹിതമായ ഈ പ്രവർത്തനത്തിന് ഒരു യുക്തി കണ്ടെത്താൻ ഞാൻ ശ്രമിക്കുക മാത്രമാണ്.